ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ സെമസ്റ്റർ 4 സബ്ജക്റ്റാണ്, കോഴ്സ് സബ്ജക്റ്റാണ്. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ബാങ്കിൻ്റെ സേവനങ്ങൾ സ്വീകരിച്ച് അല്ലെങ്കിൽ എൻജോയ് ചെയ്തു പോരുന്നവരാണ് അല്ലേ. എല്ലാവരുടെയും ജീവിതത്തിൽ ബാങ്ക്സ് ഒരു നല്ല റോൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഒരു സ്കീം വന്നതോടുകൂടി ഓൾമോസ്റ്റ് 95% ഇന്ത്യൻസും ബാങ്കിങ് സർവീസിൻ്റെ കീഴിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ബാങ്ക് എന്താണെന്നറിയാം, പലതരം ബാങ്ക്സ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇത്രയും കൂടി ആധികാരികമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഓഫ് ബാങ്ക്സ് ലീഗലി ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ നിയമങ്ങളാണ് ബാങ്കിന് പാലിക്കേണ്ടതെന്നൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം. എന്ന് വെച്ചാൽ നമ്മൾ കൊമേഴ്സ് വിദ്യാർത്ഥികളാണല്ലേ, അതിനാണ് നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റ് തന്നേക്കുന്നത്. അപ്പോൾ ബാങ്കിങ് എന്താണെന്ന് നമ്മളുടെ ഒരു അനിയനോ അനിയത്തിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് ബാങ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റണം. ആ ഒരു ഇതിനും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ് ബാങ്കിങ് എന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഡെഫിനിഷൻസിന് ഒരു പഞ്ഞുമില്ല അല്ലേ. പല കാര്യങ്ങൾക്കും പല ഡെഫിനിഷൻസും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്ങിനും കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, പലരും പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ സംബന്ധിച്ച് ബാങ്കിങ് സർവീസിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ആണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് കമ്പനീസും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ചാണ് അവരുടെ സർവീസുകൾ റെൻഡർ ചെയ്യുന്ന, അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യപ്പെടുന്നതെല്ലാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ചാണ്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തന്നെ നമ്മൾക്കൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് കമ്പനീസ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കിങ് കമ്പനീസിനെയും റെഗുലേറ്റ് ചെയ്യുന്നൊരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949, ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നത്? ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എന്താവശ്യത്തിനാണ്? ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അല്ലെങ്കിൽ കടം കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ വേണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ബാങ്കിങ് എന്ന് പറയുക. പക്ഷേ എന്താ അക്സെപ്റ്റ് ചെയ്യുന്നത്? ചക്കക്കുരുവോ മാങ്ങയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്. ഡെപ്പോസിറ്റ്സ് ഓഫ് മണിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്താവശ്യത്തിന് വേണ്ടിയാണ്? ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ആരുടെ നിന്നാണ് ഈ ഡെപ്പോസിറ്റ്സ് ഓഫ് മണി സ്വീകരിക്കുന്നത്? പബ്ലിക്കിൻ്റെ നിന്ന്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആവാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആവാം, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് ആവാം. അതായത് ഇപ്പോൾ ഒരു ബാങ്കിന് വേറെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, ഒരു ഫേം ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് അല്ലേ. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അവരിൽ നിന്നൊക്കെ ബാങ്കിന് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ്സ് ഓഫ് മണി അക്സെപ്റ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ്സ് ഓഫ് മണി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ അക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റ്സ് ഓഫ് മണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് റീപേയബിൾ ആണ്. എപ്പോഴാണ്? റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിലോ എന്ത് ചെയ്യണം? അത് റീപേ ചെയ്യണം. റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലേ. അതിനൊരു ATM കാർഡ് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെക്ക് ബുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴാണ് പൈസ? നമ്മൾ ATM കൗണ്ടറിൽ ചെന്ന് ATM കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുക 1000 രൂപ വേണം. നമ്മൾ ATM കാർഡ് സ്വൈപ്പ് ചെയ്തു, 1000 രൂപ എടുത്തു. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുക. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പൈസ തിരിച്ചു തരണം. നമ്മൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്ക് ലെൻഡിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനും വേണ്ടി അക്സെപ്റ്റ് ചെയ്ത പൈസ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തരണം. അപ്പോൾ ചിലർ ATM കാർഡ് വഴി സ്വൈപ്പ് ചെയ്ത് മേടിക്കും, ചിലരെന്ത് ചെയ്യും? ചെക്ക് കൊടുക്കും, 1000 രൂപയുടെ ചെക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യണം 1000 രൂപ, അപ്പോൾ തന്നെ തരണം. ഓർ അതർവൈസ്. ഈ അതർവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസിനൊക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും ബാങ്കിൽ അല്ലേ, സ്ഥിര നിക്ഷേപം.
സ്ഥിര നിക്ഷേപത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഒരു നിശ്ചിത ടൈം അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് അല്ലെങ്കിൽ ആ നിശ്ചിത ടൈം കഴിയുമ്പോഴേ റീപേ ചെയ്യുള്ളൂ. ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ റീപേ ചെയ്യുന്ന ഒരു നിശ്ചിത സമയം, ചിലപ്പോൾ ഒരാഴ്ചയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 45 ദിവസത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ 2 വർഷത്തെ ആയിരിക്കാം. ഇപ്പോൾ 2 വർഷത്തെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ചെന്ന് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അത് 2 വർഷത്തിനുള്ളിൽ മെച്യൂർ ആവും, 2 വർഷം കഴിയുമ്പോൾ മെച്യൂർ ആവും, അപ്പോൾ അത് തരും. അതുകൊണ്ടാണ് ഇവിടെ അതർവൈസ് ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിലോ റീപേബിൾ ആണ് എന്ത്, ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ആക്സെപ്റ്റഡ് ബൈ ബാങ്ക്സ് ഫ്രം ജനറൽ പബ്ലിക്. എന്താവശ്യത്തിനാണ് അക്സെപ്റ്റ് ചെയ്തത്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഈ റീപേബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് എങ്ങനെയൊക്കെ റീപേ ചെയ്യാം? വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ചെക്ക് വഴിയോ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർഡർ വഴിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേനയോ, അതായത് ATM കാർഡ്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഡെഫിനിഷൻ എന്താ? ബാങ്കിങ് മീൻസ് അക്സെപ്റ്റിംഗ് എന്താവശ്യത്തിന്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇതാണ് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി. പല ഡെഫിനിഷൻസും നിങ്ങൾക്ക് ബുക്കിൽ കിട്ടും. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് പറയുക നമ്മൾ? ബാങ്ക്സ്. ഈ ഇത്രയും ആക്ടിവിറ്റീസ്, അതായത് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി അക്സെപ്റ്റ് ചെയ്യുക, എന്തിനു വേണ്ടി? ലെൻഡിങ്ങിനാവാം, ഇൻവെസ്റ്റ്മെൻറ്റിനാവാം. ആരുടെ നിന്നാണ്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്. അത് ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതർവൈസ് വേറെ ഏതെങ്കിലും സമയത്തോ റീപേ ചെയ്യണം. എങ്ങനെ റീപേ ചെയ്യാൻ പറ്റും? ചെക്ക് വഴിയോ, ഡ്രാഫ്റ്റ് വഴിയോ, ഓർഡർ വഴിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേനയോ റീപേ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ബാങ്ക്സിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഒരു കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് പ്രോഫിറ്റാണ്. അതിപ്പോൾ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ ആവണമെന്നില്ല, ഏതൊരു ഓർഗനൈസേഷൻ ആവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അവരുടെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്ന് തന്നെയാണ്. പക്ഷേ കമേഴ്ഷ്യൽ പർപ്പസിനായിരിക്കില്ല നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അത് അവരുടെ സർവൈവലിന് വേണ്ടിയാണ് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഒരു കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. എങ്ങനെ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ആരുടെ നിന്ന്? പബ്ലിക്കിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു. ഈ ഡെഫിനിഷനിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാലിയൻ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ബാങ്ക്. രണ്ടാമത് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ആരുടെ നിന്ന്? പബ്ലിക്കിൻ്റെ നിന്ന്. ആ അക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യും? അവർ ലോൺസ് ആയിട്ട് അഡ്വാൻസ് ചെയ്യും അല്ലെങ്കിൽ ലെൻഡ് ചെയ്യും. അപ്പോൾ ആദ്യം ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യണം. ബാങ്കിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് കാശ് ഉണ്ടാവില്ലല്ലോ. നമ്മളുടെ പോലെ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റൊക്കെ ഇടുന്ന ആളുകൾ, നിക്ഷേപിക്കുന്ന ആളുകൾ കൊടുക്കുന്ന പൈസയാണ് ബാങ്ക് എന്ത് ചെയ്യുക? പൈസ ആവശ്യമുള്ളവർക്ക് ലോണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസിങ് ലോൺ ഫോർ ദോസ് ഹു റിക്വയർ ദ ഫണ്ട്. ഇനി റീപേയ്മെൻറ്റ് ഓഫ് അക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്. സെക്കൻഡ് ഫീച്ചറിൽ നമ്മൾ പറഞ്ഞാൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തു അല്ലേ, അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതിയോ? റീപേയും ചെയ്യണം ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. ഇനി ബാങ്ക്സിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കും ബാങ്ക്. അത് വേറൊരു ബാങ്ക് ഒരു കസ്റ്റമറുടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഇൻ്റർമീഡിയറി ആവും. സപ്പോസ് നമ്മൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ബാങ്കിനൊരു ഇത് കൊടുക്കാം, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാ മാസവും ഇത്ര രൂപ പ്രീമിയം അടയ്ക്കണം, അത് നമ്മളുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യണം, നിങ്ങളത് LICക്ക് കൊടുക്കണം. അപ്പോൾ അത് നമ്മളുടെയും LICയുടെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർത്തിക്കുകയാണ്. അതുപോലെ തന്നെ പല ആളുകളുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ബാങ്ക് വർക്ക് ചെയ്യും. ഇനി കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ്. കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. എന്താണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളിവിടെ പറഞ്ഞു ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ ലോൺസ് ചുമ്മാ വഴി കൂടി പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫണ്ട് ആവശ്യമുള്ളവർക്കാണ് ലോൺ കൊടുക്കുക അല്ലേ. അപ്പോൾ ബാങ്ക് ലോൺ അഡ്വാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാറ് പർച്ചേസ് ചെയ്യാനോ ഒരു ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ ലോൺ കൊടുക്കും. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യുക ക്രെഡിറ്റ്.
അപ്പോൾ ബാങ്കിന് ആ ഒരു കഴിവും കൂടിയുണ്ട്. ഇപ്പോൾ ലോൺ കൊടുക്കാൻ ബാങ്ക് ഫണ്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഫണ്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ ക്യാഷ് വരുള്ളൂ. ആ ക്യാഷാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ലോൺ ആയിട്ട് അഡ്വാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ബാങ്കിനുണ്ട്. ഇനി അവസാനത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിംഗ് പ്രോഫിറ്റ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് റെൻഡർ ചെയ്യുന്ന സർവീസസിൽ നിന്ന് അതൊരു നിശ്ചിത കമ്മീഷനോ അല്ലെങ്കിൽ ഫീസോ ഈടാക്കി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഈടാക്കി ഒരു പ്രോഫിറ്റ് ഏണിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് മാറുകയാണ്. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. ഇനി ടൈപ്സ് ഓഫ് ബാങ്ക്സ്, പല ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട്. അത് ബാങ്ക്സ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അത് പല രീതിയിലും ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ 5 ബേസിസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികൾ. 5 രീതികൾ എങ്ങനെയൊക്കെയാണ് ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്. ഓരോ ബാങ്കിൻ്റെയും ഫങ്ഷനാലിറ്റീസ് അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ, ഓണർഷിപ്പിൻ്റെ ബേസിസിൽ. ഓണർഷിപ്പിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓൺഡ് കമ്പനി ബാങ്ക് ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ്ലി ഓൺഡ് ആവാം. ആ ഒരു രീതിയിൽ ഓണർഷിപ്പ്, ആരുടെ കയ്യിലാണ് ഓണർഷിപ്പ് ഇരിക്കുന്നത്, അതിൻ്റെ ബേസിസിൽ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്, ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈൽ. ഡൊമിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അത് ഫോറിൻ ബാങ്ക് ആവാം, ഡൊമസ്റ്റിക് ബാങ്ക് ആവാം. നാലാമത്തെ, ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക് ആവാം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആവാം, അല്ലേ. അങ്ങനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ, ഓൺ ദ ബേസിസ് ഓഫ് RBI ഷെഡ്യൂൾ. അതെന്താണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. RBI ഷെഡ്യൂൾ അനുസരിച്ച് 2 ടൈപ്പ് ബാങ്കാണുള്ളത്, ഷെഡ്യൂൾഡ് ബാങ്ക്സും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. അപ്പോൾ ബാങ്ക്സിനെ 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. 5 തരത്തിൽ എങ്ങനെയൊക്കെയാണ്, ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻ, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടാണോ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടാണോ, ആ ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്ത് ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യാം. ഓണർഷിപ്പിൻ്റെ ബേസിൽ ചെയ്യാം, ഡൊമിസൈലിൻ്റെ ബേസിസിൽ, പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കൂടാതെ RBI ഷെഡ്യൂളിൻ്റെ പേരിൽ. അങ്ങനെ 5 തരത്തിൽ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫംഗ്ഷൻ്റെ ബേസിസിൽ ബാങ്കിനെ 9 ക്ലാസിഫൈ ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചർ ബാങ്ക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്, ഇൻഡിജിനസ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. അങ്ങനെ ഫംഗ്ഷൻ്റെ ബേസിസിൽ 9 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾക്ക് ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മൾ ഓരോരുത്തർക്കും അറിയാം, നമ്മളെല്ലാ ദിവസവും കാണുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കോളേജിലേക്കൊക്കെ വരുമ്പോൾ വഴിയെ നിറച്ചും കാണുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഈ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് മണി അക്സെപ്റ്റ് ചെയ്യുക, അത് ഫണ്ട് ആവശ്യമുള്ളവർക്ക് ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലോൺസോ അഡ്വാൻസോ ആയിട്ട് കൊടുക്കുക, അതിനൊരു സർവീസ് ചാർജോ ഇൻട്രസ്റ്റോ ഒക്കെ ഈടാക്കുക. അത് അൾട്ടിമേറ്റ്ലി എന്തിനാണ്, അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, HDFC, ഇതൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സാണ്. നമ്മൾ വഴിയേ വരുമ്പോൾ ഇഷ്ടംപോലെ ബാങ്കുകൾ കാണാറുണ്ട്, അല്ലേ. കാനറ ബാങ്ക് ഉണ്ട്, കാത്തോലിക് സിറിയൻ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. ഇതെല്ലാം എന്തിൽ പെടും, കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. അത് നമ്മളെല്ലാവർക്കും സുപരിചിതമാണ്, അല്ലേ. നമ്മൾ ഓരോരുത്തർക്കും അക്കൗണ്ടും ഉണ്ടാവും. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന് പറയുന്ന വേറൊരു പേരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ വേറൊരു പേരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ടും മീഡിയം ടേം ഫണ്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള. അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുക, ത്രൂ ലോങ് ടേം ലോൺസ് ആൻഡ് മീഡിയം ടേം ലോൺസ്. ഈ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോങ് ടേം ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ഇൻഡസ്ട്രീസിൻ്റെ കയ്യിൽ നിന്ന് ലോങ് ടേം ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. കൂടാതെ ആവശ്യമുള്ള ഇൻഡസ്ട്രീസിൽ വേറെ കമ്പനീസിനോ ഒക്കെ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റ് എന്ത് ചെയ്യും, അവർക്ക് ലെൻഡ് ചെയ്യും. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ അക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന്. ഇവിടെ അക്സെപ്റ്റ് ചെയ്ത പൈസ എന്ത് ചെയ്യും, ആവശ്യമുള്ള ഇൻഡസ്ട്രീസിന് അഡ്വാൻസ് ചെയ്യും. അത് ലോങ് ടേം ലോൺ ആയിട്ടാവാം, മീഡിയം ടേം ലോൺ ആയിട്ടാവും. കൂടാതെ ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ത് ചെയ്യും, കമ്പനികളുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അത് ആ കമ്പനീനെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, സഹായിക്കാൻ വേണ്ടിയാണ്. കൂടാതെ
ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസും പ്രൊവൈഡ് ചെയ്യും. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കിന് പറയുന്ന വേറൊരു പേരാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. അത് ലോങ് ടേം ലോൺസ് അല്ലെങ്കിൽ മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയ ആർക്ക്, ഇൻഡസ്ട്രീസിന്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇനി ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ കുറേ വകഭേദങ്ങൾ വരും, അതായത് പല ടൈപ്പ്. ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, IFCI. IFCIയുടെ പണ്ടത്തെ പേര് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC, ജസ്റ്റ് IFC എന്നായിരുന്നു പണ്ടത്തെ പേര്. അതായത് ഇത് 1948 പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ് ചെയ്തിട്ടാണിത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആക്ട് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു ആക്ടിൻ്റെ കീഴിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്റ്റിലാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ലെജിസ്ലേഷൻ, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെ അതെല്ലാം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 1948 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അന്നത്തെ പേര് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്നായിരുന്നു. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലോണും മീഡിയം ടേം ലോണും ഇൻഡസ്ട്രീസിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ജൂൺ 1, 1993 ഈ IFC, അതായത് 1948 രൂപീകരിച്ച ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു പുതിയ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. ആ പുതിയ കമ്പനിയുടെ പേരാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അന്നത്തെ IFCയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും IFCI ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സായി. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് റീപേബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 25 years. അതായത് 25 വർഷത്തിൽ കൂടാത്ത ലോൺസോ അഡ്വാൻസസോ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഗ്രാൻഡ് ചെയ്യുക, അതാണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബിങ് ടു ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് IFCI ആ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡർ ആവുക. ഓക്കെ, ആ ഡിബഞ്ചർ ഹോൾഡർ എന്താ പ്രത്യേകത, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു പ്രത്യേക കാലയളവിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും അല്ലേ, നോർമൽ ഡിബഞ്ചർ ഹോൾഡർ. പക്ഷേ ഇവിടെ IFCI ആണ് ഡിബഞ്ചർ ഹോൾഡർ ആവുന്നതെന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്ന, ലോണിന് പകരം ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് കൊടുക്കുകയാണല്ലേ കമ്പനിക്ക്. അപ്പോൾ അതും ഒരു ഫംഗ്ഷനാണ് ആരുടെ, IFCI ലിമിറ്റഡിൻ്റെ. മൂന്നാമത്തെ ഗ്യാരൻറ്റിയിങ് ലോൺസ് റേസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺ. എന്തെങ്കിലും ലോൺ ഇൻഡസ്ട്രിയൽ കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാരൻറ്റിയറായിട്ട് നിൽക്കുക, ഗ്യാരൻറ്റി ചെയ്യുക, എന്താ പറയുക, ജാമ്യം നിൽക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ IFCI അവരെടുത്ത ലോണിന് ഗ്യാരൻറ്റി നിൽക്കും. പക്ഷേ ആ ലോണിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി റീപേബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 25 years. 25 yearsനുള്ളിൽ റീപേ ചെയ്യുന്ന ലോണായിരിക്കണം. നാലാമത്തെ ഫംഗ്ഷൻ ഇഷ്യൂ ഓഫ് ഷെയർസ്, ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇൻഡസ്ട്രിയൽ കൺസേൺസ് എന്തെങ്കിലും ഷെയർസോ ബോൺസോ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അണ്ടർ റൈറ്റ് ചെയ്യുക. അതായത് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ മിനിമം അപ്ലിക്കേഷൻ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുക, അതിനാണ് അണ്ടർ റൈറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഷെയർസോ ബോൺസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ടർ റൈറ്റ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് ഗ്യാരൻറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ്സ് ടു ബി മെയ്ഡ് ബൈ ഇമ്പോർട്ടേഴ്സ് ടു ഫോറിൻ മാനുഫാക്ചേഴ്സ്. ഇമ്പോർട്ടേഴ്സ് ചിലപ്പോൾ ഫോറിൻ മാനുഫാക്ചേഴ്സിന് പേയ്മെൻറ്റ് നടത്താനുണ്ടാവും, അതിന് ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യുക. ആറാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ആസ് ഏജൻറ്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് IBRDയുടെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഏജൻ്റായിട്ട് വർത്തിക്കുക. IBRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBRD നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, അതിൻ്റെ പേരാണ് വേൾഡ് ബാങ്ക്. IBRDയുടെ നമ്മൾ കോമൺലി അറിയപ്പെടുന്ന പേരാണ് വേൾഡ് ബാങ്ക്. IBRDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത് നമ്മൾ കോമൺലി അറിയപ്പെടുന്ന വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരുടെ ഏജൻറ്റായിട്ടാണ് വർത്തിക്കേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ IBRDയുടെ IFCI ലിമിറ്റഡ് വർത്തിക്കണം. അണ്ടർടേക്കിംഗ് ഫിനാൻസിങ് ഓഫ് പ്രോജക്ട്സ് വിത്ത് IDBI ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. IDBIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൂടെയോ പ്രോജക്ട്സ് ഫിനാൻസ് ചെയ്യാൻ കൂടി അവരുടെ ഒരു ഫങ്ഷനായിട്ട് കണക്കാക്കണം. ഓക്കെ, ഇതാണ് IFCIയുടെ ഫങ്ഷൻസ്. ഇനി അടുത്ത ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് ICICI ലിമിറ്റഡ്. ICICI ലിമിറ്റഡ് 1955 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ICICI ലിമിറ്റഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, സെറ്റപ്പ് ചെയ്തത്. അവരുടെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ലോൺസ് കൊടുക്കുക, പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിന് സെക്യൂർഡ് ലോൺസ് കൊടുക്കുക. പക്ഷേ ഇറ്റ് ഷുഡ് ബി റീപേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 15 years, 15 വർഷം മിനിമം കാലാവധി, അതിനുള്ളിൽ റീപേയബിൾ ആയിരിക്കണം ഈ ലോൺ. ആർക്കായിരിക്കണം? പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിന്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ലോൺസ് ഇൻ ഫോറിൻ കറൻസീസ് ടു ഇമ്പോർട്ടേഴ്സ്. ഫോറിൻ ഡിനോമിനേഷനുള്ള കറൻസിയിൽ ഇമ്പോർട്ടേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ കൂടിയാണ് അവരുടെ ഫംഗ്ഷൻ. എന്തിനായിരിക്കണം ആ ലോൺ? ഫോർ ഇമ്പോർട്ടിങ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നിക്കൽ സർവീസ്. ടെക്നിക്കൽ നോഹവോ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സോ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം ആ ലോൺ. അതെന്തിലായിരിക്കണം? ഫോറിൻ കറൻസിയിൽ. ഓക്കെ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രൈബിങ് ടു ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഡയറക്റ്റ്ലി. ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയ ഒരു ഫംഗ്ഷനാണ്. ഇനി അണ്ടർ റൈറ്റിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസും ഡിബഞ്ചേഴ്സും അണ്ടർ റൈറ്റ്, നമ്മൾ നേരത്തെ IFCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിലും അണ്ടർ റൈറ്റിംഗ്, പ്രൈവറ്റിൻ്റെയും പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും അണ്ടർ റൈറ്റിംഗ് ഒരു ഫംഗ്ഷനാണ്. ഗ്യാരണ്ടിങ് റുപ്പി പേയ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ പേയ്മെൻറ്റ്സ്, ലോൺ പേയ്മെൻറ്റ്സ് ഒക്കെ ഗ്യാരണ്ടി ചെയ്യുക. പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ടു ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ടെക്നിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കൂടി ICICI ലിമിറ്റഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇത് 1955 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ ബാങ്കാണ്. ഈ ഒരു ICICI ലിമിറ്റഡ് മെയ് 2002 ICICI ബാങ്കായിട്ട് മെർജ് ചെയ്തു. ആ ഒരു ബാങ്കാണെന്ന് നിങ്ങളെല്ലായിടത്തും മുക്കിലും മൂലയിലും കാണുന്ന ICICI ബാങ്ക്. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമില്ല, അത് ICICI ബാങ്കിൽ മെർജ് ചെയ്തു എന്ന മെയ് 2002, 3 മെയ് 2002. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ICICI ബാങ്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI. നിങ്ങൾ ഈ ലോഗോ ഒക്കെ കണ്ടു കാണും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IDBI ജൂലൈ 1964 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതും പാർലമെൻറ്റിൽ പാസ് ചെയ്ത ഒരു ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1964. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയാണ്. IDBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയാണ്. പക്ഷേ 1976 ഒരു ലോ പാസ് ചെയ്തു, ഒരു ആക്ട് പാസ് ചെയ്തു, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോ അമെൻമെൻറ്റ് ആക്ട് 1975. ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ എന്ത് ചെയ്തു? ഈ ഫുള്ളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞില്ലേ, ഇതിനെ ഈ IDBIനെ RBIയിൽ നിന്ന് ഡീലിങ്ക് ചെയ്തു. ഏത് ആക്ട് പ്രകാരം? പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോ അമെൻമെൻറ്റ് ആക്ട് 1975. അപ്പോൾ RBIയിൽ നിന്ന് 1976 ഈ ആക്ട് പ്രകാരം IDBIനെ ഡീലിങ്ക് ചെയ്തു. അങ്ങനെ ഡീലിങ്ക് ചെയ്തപ്പോൾ IDBI ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തു. എന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആൻഡ് റിപ്പീൽ ആക്ട് 2003. ആ ഒരു ആക്ട് വന്നതോടുകൂടി IDBI എന്ന് പറയുന്നൊരു ബാങ്കാണിപ്പോൾ IDBI ബാങ്ക്. IDBIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഒരു ബാങ്കാണ്, ICICI ഒക്കെ പോലെ ഒരു കമേഴ്ഷ്യൽ ബാങ്കായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇനി IDBI 1964 എസ്റ്റാബ്ലിഷ് ചെയ്ത IDBIയുടെ കാര്യമാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത, ഇപ്പോൾ IDBI ബാങ്കാണ് നോർമൽ കമേഴ്ഷ്യൽ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. 1964 എസ്റ്റാബ്ലിഷ് ചെയ്ത IDBIയുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFCI, ICICI എന്ന് പറഞ്ഞാൽ അന്നത്തെ ICICI കൂടാതെ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയൊക്കെ കൂടെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഫങ്ഷൻസും ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷൻ ആർക്കുണ്ടായിരുന്നു? IDBI. കൂടാതെ പ്രൊവൈഡ് ടേം ലോൺസ്, എങ്ങനെ? റുപ്പിയിലും ഫോറിൻ ഡിനോമിനേഷൻസിലും ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ട് ടേം ആവാം, മീഡിയം ടേം ആവാം, ലോങ് ടേം ആവാം. പ്രൊവൈഡ് സോഫ്റ്റ് ലോൺസ് ഫോർ മോഡേണൈസേഷൻ ഓഫ് ബിസിനസ് അണ്ടർടേക്കിംഗ്. സോഫ്റ്റ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസിനെയാണ് സോഫ്റ്റ് ലോൺ എന്ന് പറയുക. ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 0% ഇൻട്രസ്റ്റ് ആവാം, ചിലപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണോ, അതായത് കറൻറ്റ് പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിലും താഴെയുള്ള റേറ്റ്. സപ്പോസ് ഇപ്പോൾ ലോണിന് 7% ആണ് പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ചിലപ്പോൾ 4%-നോ 3%-നോ ഒക്കെ ലോൺ കൊടുക്കും. അങ്ങനെ നോർമൽ
പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ താഴ്ത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഫ്റ്റ് ലോൺ എന്ന് പറയുക. അതാരാ പ്രൊവൈഡ് ചെയ്യുന്നത്? IDBI. ആർക്കാണ് കൊടുക്കുന്നത്? ഇൻഡസ്ട്രീസിന്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, മോഡേണൈസേഷൻ ഓഫ് ബിസിനസ് അണ്ടർടേക്കിങ്ങിൻ്റെ മോഡേണൈസേഷന് വേണ്ടിയും എന്ത് ചെയ്യും? സോഫ്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യും. സോഫ്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0% ഇൻട്രസ്റ്റ് ഓർ വിൽ ബി പ്രൊവൈഡഡ് അറ്റ് എ കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് വിൽ നോർമലി ബി ബിലോ ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്. കൂടാതെ അണ്ടർ റൈറ്റിംഗ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ? അണ്ടർ റൈറ്റിംഗ് ആണല്ലേ. ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും അണ്ടർ റൈറ്റിംഗ് കോമൺ ആണ്. കൂടാതെ പ്രൊവൈഡിങ് ടേം ലോൺസ്, അത് IFCIയും IDBI ഒക്കെ റുപ്പിയിലും ഫോറിൻ കറൻസിയിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, അതായത് പുതിയ എൻ്റർപ്രനർ. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ബിസിനസ് ഐഡിയ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്കതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഈ IDBI സീഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഐഡിയ ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യും? IDBI ഹെൽപ്പ് ചെയ്യും. അതൊരു ഫംഗ്ഷനാണ്. ഓക്കെ. ഇനി പ്രൊവൈഡ് റീഫിനാൻസ് ഫെസിലിറ്റീസ് ടു സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് ഫോർ പ്രൊവൈഡിങ് അസിസ്റ്റൻറ്റ് ടു സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്. ചെറിയ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് റീഫിനാൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ലെവലിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയോ ബാങ്ക്സിനെയോ ഒക്കെ അസിസ്റ്റ് ചെയ്യുക. അതുകൂടി IDBIയുടെ ഒരു ഫംഗ്ഷനാണ്. ഇനി പ്രൊവൈഡ് കൺസെഷണൽ റീഫിനാൻസ് അസിസ്റ്റൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് എന്ത് ചെയ്യുക? കൺസെഷണൽ റേറ്റിൽ റീഫിനാൻസ് അസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടിയൊക്കെ കൊടുക്കുക. റീഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു ലോൺ ഉണ്ടാവും, അത് ക്ലോസ് ചെയ്ത് വീണ്ടും അത് ക്ലോസ് ചെയ്യാനുള്ള പൈസ കൊടുക്കുക. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വളരെ മുന്നത്തെ ലോണിനേക്കാളൊക്കെ കുറവായിരിക്കും. ഓക്കെ. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് കൺസെഷണൽ ഫിനാൻസ് ഫോർ ഇൻഡസ്ട്രീസ് ഇൻ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസ്. സെൻട്രൽ ഗവൺമെൻറ് ചില ഏരിയാസ് ബാക്ക്വേർഡ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഏരിയാസിൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൺസെഷണൽ റേറ്റിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. എട്ടാമത്തെ ഫംഗ്ഷൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് ഫോർ ഡിസേർവ്ഡ് ക്രെഡിറ്റ്സ് ആൻഡ് ലോൺസ് റേസ് ഫ്രം അതർ സോഴ്സസ്. ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക ആർക്കൊക്കെ? ഡിസേർവ് ലോണിനാണെങ്കിൽ, കൃത്യമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ലോണിനൊക്കെ ആണെങ്കിൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ EDP എൻ്റർപ്രനേറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കൂടാതെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഹാൻഡിക്യാപ്ഡ്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എൻ്റർപ്രനേറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫണ്ട് സ്കീമിൻ്റെ കീഴിൽ എന്ത് ചെയ്യുക? അസിസ്റ്റൻസ് കൊടുക്കുക. പത്താമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് സബ്സിഡി ഫോർ ടേൺ കീ അറേഞ്ച്മെൻറ്റ്സ് ഇൻട്രസ്റ്റഡ് ടു അപ്രൂവ്ഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. അപ്രൂവ്ഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന ടേൺ കീ അറേഞ്ച്മെൻറ്റ്സിന് സബ്സിഡി കൊടുക്കുക. എന്താണ് ടേൺ കീ അറേഞ്ച്മെൻറ്റ്? ടേൺ കീ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും. അതായത് എനിക്ക് ഇന്ന ബിസിനസ്സാണ് തുടങ്ങാൻ താല്പര്യം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇൻഡസ്ട്രിയിലാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്ന് ഒരു കമ്പനി പറയുകയാണ്. അപ്പോൾ മറ്റേ കമ്പനി പറയാം, ഓക്കെ ഞങ്ങൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, നിങ്ങളതിൻ്റെ ഒരു നിശ്ചിത ഫീസ് തന്നാൽ മതി, നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഞങ്ങൾ സ്ഥാപനം നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തു തരും. അപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങാൻ പോവാണ്. സപ്പോസ് നമ്മളൊരു കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ പങ്കാളികളാകുമ്പോൾ നമ്മളൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ ടേൺ കീ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു കമ്പനിയുടെ അടുത്ത് പറയാം, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു നിശ്ചിത ഫീ തരാമെന്ന് പറയും. അപ്പം നമ്മൾക്ക് വേണ്ടി ആ കമ്പനി എന്ത് ചെയ്ത് തരും? ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് തരും. എല്ലാ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ ഫുൾഫിൽ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് തരും. നമ്മളെന്താ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പം നമ്മൾ ആ ഒരു ലീഗൽ ഫോർമാലിറ്റിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മെഷീനറി എന്താ പറയുക കമ്മീഷൻ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പുറകെ നടക്കണ്ട. അതൊക്കെ ഒരു ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നുള്ളൂ. അതിനെയാണ് ടേൺ കീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അതിന് അങ്ങനത്തെ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസിന് എന്ത് കൊടുക്കുക? സബ്സിഡി കൊടുക്കാനുള്ള ഫീസിന് വേണ്ടി സബ്സിഡി പ്രൊവൈഡ് ചെയ്യുക. അതും IDBIയുടെ ഒരു ഫംഗ്ഷനാണ്. ഇനി പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പ്രോജക്ട്സ് ഇൻവോൾവിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് ഇൻഡിജീനസ് ടെക്നോളജി. അതായത് നമ്മളുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിക്ക് വേണ്ടി ഇൻവോൾവ് ചെയ്യുന്ന പ്രോജക്ട്സിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. അത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്കീം വഴിയൊക്കെ. വെഞ്ചർ ക്യാപിറ്റൽ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീഡ് ക്യാപിറ്റൽ പോലെ തന്നെയാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല, പക്ഷേ നമ്മൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുണ്ടാവും. അതിലൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റാണ് IDBI എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെലക്റ്റഡ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് അണ്ടർ
ടെക്നോളജി അപ്ഗ്രഡേഷൻ സ്കീം. ചില ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിന് കീഴിൽ വരുന്ന നോട്ടിഫൈഡ് ഇൻഡസ്ട്രീസിന് ടെക്നോളജി അപ്ഗ്രഡേഷൻ സ്കീമിൻ്റെ കീഴിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടി IDBIയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മൾ ഇപ്പോൾ മുന്നേ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ IDBI നമ്മൾ പറഞ്ഞു RBIയുടെ ഫുള്ളി ഓൺ സബ്സിഡിയറിയാണ്. ഇവിടെ SIDBI അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1990 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാങ്കാണ്. അത് ആരുടെ സബ്സിഡിയറിയാണ്? IDBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയാണ്. RBIയുടെ സബ്സിഡിയറിയാണ് IDBIയുടെ സബ്സിഡിയറിയാണ് SIDBI. ഓക്കെ, ഈ SIDBIയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഫിനാൻസ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മേജർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. SIDBIയുടെ ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ SFCs അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഷെഡ്യൂൾ ബാങ്ക്സ്, റീപേയബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 25 years. 25 yearsന് താഴെയുള്ള ലോണുകൾ ആർക്ക് അഡ്വാൻസ് ചെയ്യുക? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്ക്സിന്. അവർ സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ അഡ്വാൻസ് ചെയ്തോളും. ഇനി ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഉണ്ടാവും, അവർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാം. സബ്സ്ക്രൈബിങ് ടു ഷെയർസ്, ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് SFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, SIDC എക്സെട്ര. ഓക്കെ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആണ് SIDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഡിസ്കൗണ്ടിങ് ഓർ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ബൈ സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. നമ്മൾ ഡിസ്കൗണ്ടിങ് റീഡിസ്കൗണ്ടിങ് എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ? കഴിഞ്ഞ വർഷം അക്കൗണ്ടിങ്ങിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസിനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇനി ഗ്യാരൻറ്റിയിങ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് ഡ്യൂ ഫ്രം എനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കൺസേൺ. എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഡെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആരുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെഫറായിട്ട് അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള പേയ്മെൻറ്റ്സിന് ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യുക. അതും സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. കൂടാതെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് ടെക്നിക്കൽ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൺസൾട്ടൻസി സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, IIBI ലിമിറ്റഡ് എന്ന് പറയും. ഇതിൻ്റെ മുന്നത്തെ പേര് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് 1985 സെറ്റപ്പ് ചെയ്തത്. ഇത് എന്തിനാണ് സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക ആർക്ക്? ഇൻഡസ്ട്രീസിന് തന്നെ. അതുകൊണ്ടാണ് നമ്മളിത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൽ പെടുത്തുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ കീഴിൽ പെടുത്തുന്നത്. ഇത് പക്ഷേ കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തൊരു ബാങ്കാണ്, ഇൻഡസ്ട്രിയൽ ബാങ്കാണ്. എന്നാൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1985 അന്നത്തെ പേര് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IRBI എന്നാണ്. ഇന്നത്തെ പേര് IIBI എന്നാണ്. ഓക്കെ, മാർച്ച് 1997 IRBI അതായത് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ IIBI ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു 100% ഗവൺമെൻറ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഒരു ഗവൺമെൻറ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. IIBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. അടുത്ത ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിന് NABARD എന്നാണ് നമ്മൾ കോമൺലി വിളിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ 1982 ജൂലൈ 12 ഇത് സെറ്റപ്പ് ചെയ്ത്. ഇതൊരു ആക്ട് ഓഫ് പാർലമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അതിൻ്റെ പേരാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് 1981. ഇതിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ലെജിസ്ലേഷൻ മുഴുവൻ വരുന്നത്. ഇത് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് ഇതിനാദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്. NABARDനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ARDC എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ്. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീഫിനാൻസിങ് ഫങ്ഷൻസ് മുഴുവൻ ടേക്ക് ഓവർ ചെയ്യാൻ കൂടി വേണ്ടിയാണ്, അതിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ അസിസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീഫിനാൻസിങ്ങിന് ഹെൽപ്പ് ചെയ്തിരുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇവരുടെ റീഫിനാൻസിങ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ NABARD. പണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. NABARD എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും റീജിയണൽ ബാങ്ക്സിൻ്റെയും റീഫിനാൻസിങ് ഫങ്ഷൻസ് NABARD നോക്കുന്നത്. ഈ റീഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനും റീജിയണൽ റൂറൽ ബാങ്ക്സിനും ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് സപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് റീഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ NABARD ഏറ്റെടുത്ത് നടത്തുന്നത്. മുമ്പ് RBI ആയിരുന്നു. ഇനി 2001 വന്ന NABARD ആക്ടിൻ്റെ അമെൻമെൻ്റ് അനുസരിച്ച് ഇതിനെ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട്
കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തു. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 51% വരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും RBIയുടെയും കീഴിലുള്ള, അതായത് നബാർഡിൻ്റെ ഷെയർ ഹോൾഡിംഗ് 51%, മിനിമം 51% എപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും RBIയുടെയും കയ്യിലാണ്. ബാക്കി 49% വേണമെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്ന് എന്ത് ചെയ്യാം, നബാർഡിന് റേസ് ചെയ്യാം. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബാർഡിന് റിസോഴ്സ് മൊബിലൈസേഷനും ക്രെഡിറ്റ് ഡെലിവറിക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി നബാർഡിൻ്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നബാർഡിൻ്റെ ഫംഗ്ഷൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 ക്രെഡിറ്റ് ഫംഗ്ഷൻ, 2 ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ, 3 റെഗുലേറ്ററി ഫംഗ്ഷൻ. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ്: ക്രെഡിറ്റ് ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻ. എന്തൊക്കെയാണ് ക്രെഡിറ്റ് ഫംഗ്ഷൻ? ടു ക്യാരി ഓൺ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, അതായത് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫിനാൻസ് സർവീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ആർക്കൊക്കെയാണ് ഇത് കൊടുക്കുക? കോപ്പറേറ്റീവ് ബാങ്ക്സിന്, സെക്ടറൽ റൂറൽ ബാങ്ക്സ് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സിന്, കൂടാതെ RBI അപ്രൂവ് ചെയ്ത അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് ചെയ്യും? നബാർഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ടു ക്യാരി ഓൺ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, കൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. പിന്നെ 3ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, മൈക്രോ യൂണിറ്റ്സ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, റൂറൽ ആർട്ടിസൻസ് ആൻഡ് ദോസ് എൻഗേജ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് അതർ റൂറൽ ക്രാഫ്റ്റ്സ് ഫോർ ദെയർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ പ്രൊഡക്ഷന് മാത്രമല്ല, അതിൻ്റെ മാർക്കറ്റിങ്ങിനും കൂടി അസിസ്റ്റ് ചെയ്യും. എങ്ങനെയാണ്? ഡയറക്റ്റായിട്ടാണ് അസിസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഈ നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് ആർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും? ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനും റീജിയണൽ റൂറൽ ബാങ്ക്സിനും RBI അപ്രൂവ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും. അവർ എന്ത് ചെയ്യും? ആവശ്യമുള്ളവർക്ക്, അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആവാം, മൈക്രോ യൂണിറ്റ്സ് ആവാം, കോട്ടേജ് ഇൻഡസ്ട്രീസ് ആവാം, റൂറൽ ആർട്ടിസൻസ് ആവാം, ഹാൻഡിക്രാഫ്റ്റിലോ അതർ ക്രാഫ്റ്റ്സിലൊക്കെ എൻഗേജ് ചെയ്ത ആളുകൾക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും, അതിൻ്റെ മാർക്കറ്റിങ്ങിനാവാം. ഇനി 4ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ലോൺ പ്രൊവൈഡ് ചെയ്യുക. മീഡിയം ലോണിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പീരീഡ് ഷുഡ് ബി 18 months ആൻഡ് മാക്സിമം പീരീഡ് ഈസ് 7 years. ആർക്കൊക്കെ കൊടുക്കുക? ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് RRBs. അപ്പോൾ മീഡിയം ടേം ലോണിൻ്റെ മിനിമം കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 months. 18 months എന്ന് പറഞ്ഞാൽ 1.5 വർഷം ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് 7 years. 5ാമത്തെ ഫംഗ്ഷൻ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ലോങ് ടേം ലോൺസ് ഷുഡ് നോട്ട് എക്സീഡ് 25 years, 25 വർഷത്തിൽ കൂടാത്ത ലോങ് ടേം ലോൺ കൊടുക്കുക. ആർക്കൊക്കെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇനി 6ാമത്തെ ക്രെഡിറ്റ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു എനേബിൾ ദം ടു സബ്സ്ക്രൈബ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ടു ദ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ക്യാപിറ്റൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുക? ക്രെഡിറ്റ് കൊടുക്കുക, കടം കൊടുക്കുക, അല്ലേ? അതും നബാർഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. കൂടാതെ സബ്സ്ക്രൈബ് ടു ഷെയർ ക്യാപിറ്റൽ ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് വിത്ത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനോ റൂറൽ ഡെവലപ്മെൻറ്റിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട്സ്, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതും നബാർഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. എന്ത് ഫംഗ്ഷൻ? ക്രെഡിറ്റ് ഫംഗ്ഷൻ. 3 ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഫംഗ്ഷനാണ്. ഈ നബാർഡിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? റൂറൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. ആരുടെ ഒപ്പം? SCBs, RRBസിൻ്റെ ഒക്കെ ഒപ്പം. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയൊക്കെ ഒരു ലൈസൺ ആയിട്ട് വർത്തിക്കുക. ലൈസൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയാണ്? ഒരു പോളിസി ഫോർമുലേഷനോ അല്ലെങ്കിൽ റൂറൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിനു വേണ്ടി, എന്താ പറയുക, ഡെവലപ്മെൻറ്റ് പ്രൊമോഷന് വേണ്ടി. അതിന് അവരുടെ നബാർഡിൻ്റേതായിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, അതിലുള്ള റിസർച്ച് വർക്ക്സൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇനി കൂടാതെ നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസിൽ പെടുന്നൊരു കാര്യമാണ് അപ്ഗ്രേഡിങ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് ഓഫ് ഇറ്റ്സ് പേഴ്സണൽ. നബാർഡിൻ്റെ സ്റ്റാഫ് ഉണ്ടാവും, ജോലിക്കാർ. അവരുടെ ടെക്നിക്കലും പ്രൊഫഷണൽ സ്കില്ലും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുക? ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക. അതും നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിൽ വരും. ഇപ്പോൾ ക്രെഡിറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു. ഈ 3ാമത്തെ നബാർഡിൻ്റെ ഫംഗ്ഷനാണ് റെഗുലേറ്ററി ഫംഗ്ഷൻ. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റെഗുലേഷൻ അല്ലേ? അപ്പോൾ നബാർഡിൻ്റെ റെഗുലേറ്ററി ഫംഗ്ഷൻ എന്തൊക്കെ വരും? RBI നബാർഡിനെ റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെയും കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഇൻസ്പെക്ഷന് അധികാരപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. RBI ആണത് ചുമതലപ്പെടുത്തിയേക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിനോ റീജിയണൽ റൂറൽ ബാങ്കിനോ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. കൂടാതെ RBIയുടെ പെർമിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നബാർഡിൻ്റെ റെക്കമെൻഡേഷനും കൂടെ അതിൻ്റെ ഒപ്പം വേണം. ഇനി
RRBയുടെ കയ്യിൽ നിന്നോ, RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBയുടെ കയ്യിൽ നിന്നോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നോ ഏത് ഇൻഫർമേഷനോ ഏത് സ്റ്റേറ്റ്മെൻറ്റോ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നബാർഡിന് ചോദിച്ച് മേടിക്കാം. കൂടാതെ എല്ലാ വർഷവും ഒരു റിട്ടേൺ, ആനുവൽ റിട്ടേൺ RRBസും കോപ്പറേറ്റീവ് ബാങ്ക്സും നബാർഡിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നബാർഡിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നബാർഡിൻ്റെ 3 ഫങ്ഷൻസാണ്. എന്തൊക്കെയാണ്? റെഗുലേറ്ററി ഫങ്ഷൻ, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ, കൂടാതെ ക്രെഡിറ്റ് ഫങ്ഷൻ. അപ്പോൾ 3 ഫങ്ഷൻസ് ആയിരുന്നു ഉള്ളത്. അത് 3ആയിട്ടാണ് ക്ലാസ് ചെയ്തേക്കുന്നത്. ഇനി അവസാനത്തെ ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എക്സിം ബാങ്ക് എന്ന് പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എക്സിം ബാങ്ക്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. January 1st, 1982 അത് സെറ്റപ്പ് ചെയ്തത്. അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എൻഷുർ ആൻ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് അപ്രോച്ച് ഇൻ സോൾവിങ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ബൈ എക്സ്പോർട്ടേഴ്സ് ഇൻ ഇന്ത്യ. എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രോബ്ലംസൊക്കെ അറിഞ്ഞ് അത് സോൾവ് ചെയ്യാനുള്ള എന്താ പറയുക സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കൊടുക്കുക, അതിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക. അതാണ് എക്സിം ബാങ്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ടു പേ സ്പെസിഫിക് അറ്റൻഷൻ ടു എക്സ്പോർട്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിൽ ഒരു സ്പെസിഫിക് അറ്റൻഷൻ എപ്പോഴും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഇത് വേണം. എക്സ്പോർട്ട് പ്രൊജക്ഷൻ, ആനുവൽ പ്രൊജക്ഷൻ, എത്രയാണ് എക്സ്പോർട്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള പ്രൊജക്ഷൻ, അതൊക്കെ ഒരു ഒബ്ജക്റ്റീവാണ്. കൂടാതെ ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എൻകറേജ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ടെക്നിക്കൽ സർവീസസ് ആൻഡ് ഇൻ്റർനാഷണൽ മെർച്ചൻ്റ് ബാങ്കിങ്. ടു എക്സ്റ്റെൻഡ് ബയേഴ്സ് ക്രെഡിറ്റ് ആൻഡ് ലൈൻസ് ഓഫ് ക്രെഡിറ്റ്. ടു ടാപ്പ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ മാർക്കറ്റ് ഫോർ റിസോഴ്സസ് ഫോർ അണ്ടർടേക്കിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ എക്സ്പോർട്ട് സെക്ടർ. ഇതൊക്കെയാണ് എക്സിം ബാങ്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക് നോക്കുകയാണെങ്കിൽ പ്ലാനിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, പ്രൊവൈഡിംഗ് ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എക്സ്പോർട്സ്. എക്സ്പോർട്സിൻ്റെ പ്രൊമോഷന് വേണ്ടി ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറിയൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അണ്ടർടേക്കിംഗ് മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവേസ് ആൻഡ് ടെക്നോ എക്കണോമിക് സ്റ്റഡീസ് റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പോർട്സിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുക, അങ്ങനെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് എക്സിം ബാങ്കിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുക. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇനി സ്റ്റേറ്റ് ലെവൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് വരുന്നത്, ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.